മനുഷ്യൻ്റെ നാവ് നല്ലതല്ലെങ്കിൽ എത്ര നാൾ പൊന്നുപോലെ കൊണ്ടുനടന്ന ബന്ധങ്ങളാണെങ്കിലും ഇമ വെട്ടുന്ന സമയം കൊണ്ട് അത് തകർന്നു പോകും. പിന്നീട് തിരിച്ചുപിടിക്കാൻ നല്ല പ്രയാസമാണ്. ഒരാളെ അടുപ്പിക്കുന്നതും അകറ്റുന്നതും നാവാണ്. എന്തൊക്കെയോ ഓർത്ത് ദുഃഖിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ എല്ലാം മറന്ന് മനോഹരമായി ചിരിക്കുന്നത്. 1000 വട്ടം ഉറക്കെ വിളിച്ച് പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളങ്ങളായിരിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നു വരും. പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ്. അത് തരുന്നവരെ നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക. ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്ക് നിൽക്കില്ല. തുറന്ന മനസ്സോടെ സംസാരിക്കുന്നവരിൽ കളങ്കം ഉണ്ടാവില്ല. ഓർക്കുക, തെളിച്ചമുള്ള മനസ്സുണ്ടെങ്കിൽ വെളിച്ചമുള്ള വഴി എവിടെയെങ്കിലും കാണും. നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും അവർ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്കൊരു ശക്തിയായിരിക്കും. ഏതൊരു കാര്യത്തിനെക്കുറിച്ചുള്ള അമിത പ്രതീക്ഷകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവ് കഴിവുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആകസ്മികമായി ആരെയും നിങ്ങൾ കണ്ടുമുട്ടാറില്ല. അവിടെ എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കും. ഒന്നുകിൽ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. ഞാൻ പറയും, നീ കേൾക്കും എന്നിടത്തല്ല, പരസ്പരം പറയാൻ അവസരം ഉള്ളിടത്തും പരസ്പരം കേൾക്കാൻ മനസ്സുള്ളിടത്തുമാണ് ബന്ധങ്ങൾ ആകാശം പോലെ വിശാലമാകുന്നത്. മുഖം നോക്കി മനസ്സ് വായിക്കുന്ന, പറയാതെ തന്നെ നമ്മുടെ നിശബ്ദതയെ മനസ്സിലാക്കുന്ന, തളർന്നു പോകുന്നിടത്ത് കൈത്താങ്ങാവുന്ന ഒരാളെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. വാക്കുകളിൽ തരുന്ന സ്നേഹമല്ല, പ്രവൃത്തികൾ തരുന്ന സ്നേഹമാണ് വിശ്വസിക്കേണ്ടത്. ആത്മവിശ്വാസം ഉണ്ടാകുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടാകുമ്പോഴല്ല, മറിച്ച് എല്ലാ പ്രശ്നങ്ങളെയും നേരിടുമ്പോഴാണ്. ജീവിതത്തിൽ എത്ര തോറ്റാലും അവസാനം നമ്മൾ വിജയിക്കുന്ന ഒരു നിമിഷം വരും. അതിന് നമ്മൾ പരിശ്രമം എന്ന് പറയും. നാട്ടുകാർ അതിനെ അവൻ്റെയൊക്കെ ഭാഗ്യമെന്ന് പറഞ്ഞു നടക്കും. നഷ്ടപ്പെട്ട സമയം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. എന്നാൽ വരാനിരിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കാം. എല്ലാം ശരിയാവുന്ന ഒരു നാൾ ഉണ്ടെന്ന വിശ്വാസമാണ് എല്ലാവരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നിനക്ക് കിട്ടിയ അനുഗ്രഹം എന്തെന്ന് അറിയണമെങ്കിൽ മറ്റുള്ളവരുടെ നഷ്ടങ്ങൾ എന്തെന്ന് അറിഞ്ഞിരുന്നാൽ മതിയാകും. വെള്ളമൊഴിച്ച് വളർത്തിയ ഒരു ചെടിയും ഇന്നേ വരെ വൻ വൃക്ഷമായി തീർന്നിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളം തേടി പോയവരെ വൻ വൃക്ഷമായി തീർന്നിട്ടുള്ളൂ. പരീക്ഷണവും പ്രയാസവും ഇല്ലാതെ ആരെയും ദൈവം മണ്ണിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് മാത്രം മതി ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വാദ്യകരമാക്കാൻ. ജീവിതത്തിലെ ദുഃഖങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. എന്നാൽ ഏതവസ്ഥയെയും തരണം ചെയ്യാനുള്ള മനസ്സോടുകൂടി ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങിയാൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. നമുക്കൊരു വിഷമം വന്നാൽ അത് നമ്മൾ തന്നെ അനുഭവിക്കണം. നമുക്ക് വിഷമം ഉണ്ടെന്ന് കരുതി നമ്മുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കാതിരിക്കുന്നില്ല. എല്ലാവരും ഉണ്ടെങ്കിലും ചില സാഹചര്യങ്ങൾ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ.